ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴും ജോലി ചെയ്യാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിന്ന് എൻ്റെ കിച്ചണിൽ ഒരു ഡീപ്പ് ക്ലീനിങ് കൊടുക്കുവാണ്. അപ്പോൾ എൻ്റെ കിച്ചണിൽ ഒരു വിൻഡോ മാത്രമേ ഉള്ളൂ. ഒരു സൈഡിൽ വടക്കുവശത്ത് മാത്രം ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ മാറാലൊക്കെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. കഴിഞ്ഞ ആഴ്ച ചെറുതായിട്ട് തുടച്ചതാണ്, എന്നാലും ചെറിയ ഒരു വലയൊക്കെ ഉണ്ടായതുപോലെ തോന്നി. അപ്പം ഞാനിന്ന് ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്താലോ എന്ന് കരുതി. ജനലിൽ സാധനങ്ങൾ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. കൂടുതലും ഞാൻ ജനലിൽ സാധനങ്ങൾ വെക്കാറില്ല. ഒരു മണി പ്ലാന്റും പിന്നെ ഒരു ബോട്ടിൽ ആർട്ട് മാത്രമാണ് ഞാൻ വച്ചിരിക്കുന്നത്. പിന്നെ ചില സമയമൊക്കെ നമ്മൾ കപ്പൊക്കെ കഴുകി അതിൽ വെക്കാറുണ്ട്. കണ്ണാടി കപ്പ്, ചായ കുടിച്ച കപ്പ്, പിന്നെ മോള് ടെറസിൽ നിന്ന് ആലോവേര ഒക്കെ കട്ട് ചെയ്ത് കൊണ്ട് ജനലിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വയ്ക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് നീറ്റായിട്ട് തുടച്ചു കൊടുക്കുവാണ്. 3 പാളിയാണുള്ളത്. അപ്പോൾ 3 പാളിയിലും നന്നായിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വലയൊക്കെ അടിക്കുന്നതിന് മുൻപ് സിങ്കിൽ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പാത്രങ്ങളും ഞാനൊന്ന് കഴുകി മാറ്റി. ഇനി 1-2 ഇപ്പോൾ അവസാനം എടുത്തിട്ട പാത്രങ്ങൾ 1-2 ഉണ്ട്. അത് നമ്മൾ സിങ്ക് കഴുകുമ്പോൾ തന്നെ പാത്രം കഴുകിയെടുക്കാം. അപ്പം ഇത് വലയൊക്കെ അടിക്കുന്നത് ഇച്ചിരി മടിയുള്ള പണിയാണല്ലോ. അപ്പോൾ ഇതൊന്ന് ആദ്യം തന്നെ ഫിനിഷാക്കിയാൽ മറ്റു പണികളൊക്കെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാ വലയും ഒന്ന് അടിച്ചെടുത്തു. പിന്നെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഒന്ന് അതിൻ്റെ സ്പേസിലേക്ക് മാറ്റി. അപ്പം ഞാൻ കൂടുതലും പാത്രങ്ങൾ വയ്ക്കുന്നത് സ്റ്റോറിലാണ് വയ്ക്കുന്നത്. അപ്പം പാത്രങ്ങളെല്ലാം സ്റ്റോറിലേക്ക് മാറ്റി. ഇനിയും 1-2 സിങ്കിൽ കിടപ്പുണ്ട്. അത് ആ സമയം, അതായത് സിങ്ക് കഴുകുമ്പം നമുക്ക് പാത്രങ്ങൾ കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ പാത്രങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ട്രേയും, അത് പാത്രങ്ങൾ കഴുകി വയ്ക്കുന്ന ട്രേയും ഞാൻ മാറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേസ്റ്റൊക്കെ ഇട്ട് വയ്ക്കുന്ന ചെറിയ ബോക്സ് ഉണ്ടല്ലോ, അതും പിന്നെ വിം ജെല്ല്, ഡെറ്റോളൊക്കെ വയ്ക്കുന്ന ബോക്സ്, അതൊക്കെ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുവാണ്. കാരണം ഇതിൽ നമുക്കിനി സോപ്പിട്ട് കഴുകണമല്ലോ. അപ്പോൾ ഞാൻ സ്ക്രബ്ബറിൽ കുറച്ച് വിം ജെൽ മാത്രം എടുക്കുവാണ്, വേറെ ഒന്നും ഞാൻ എടുക്കുന്നില്ല. എപ്പോഴും വിം ജെൽ വെച്ചാണ് കഴുകുന്നത്. അപ്പം അത് ഇച്ചിരി വെള്ളത്തിൽ നനച്ചിട്ട് ആ ചുവരിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്, എന്നും നമ്മൾ അടുപ്പൊക്കെ തുടച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ ഈ ചുവരൊക്കെ നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിക്കാറില്ല. ഇത് ആഴ്ചയിൽ 1 അല്ല മാസത്തിൽ 1 കഴുകുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പം ചെറിയ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വലയൊക്കെ അടിച്ചതിൻ്റെ വല പൊടിയൊക്കെ ഇവിടെ വിഴുന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പം വല അടിച്ചതോടെ തന്നെ നമുക്ക് ആ ചുവരും ഒന്ന് കഴുകി കൊടുക്കാമെന്നാണ് സോപ്പല്ല വിം ജെല്ലിട്ട് ഞാൻ നല്ലോണം തേച്ച് കൊടുക്കുവാണ് സ്ക്രബ്ബർ കൊണ്ട്. പ്രത്യേകിച്ച് വെളുത്ത ടൈൽസ് ആയതുകൊണ്ട് അഴുക്കൊക്കെ എപ്പോഴും നമുക്ക് പെട്ടെന്ന് കാണാം. അതുകൊണ്ട് കൂടുതലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ആഴ്ചയിൽ 1 ചുവരിലൊക്കെ തേച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് ജനലും കൂടി ഞാനൊന്ന് തുടച്ചെടുക്കുവാണ്. കാരണം ജനലിലും ഈ ഞാൻ പറഞ്ഞില്ലേ, കപ്പൊക്കെ വെച്ച് കപ്പും ഇതൊക്കെ എടുത്ത് വെച്ചതിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി തന്നെ ജനലും ഞാനൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു സൈഡിലുള്ള ടൈൽസ് മൊത്തമായിട്ട് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തുണി വെച്ച് തുടച്ചെടുക്കുവാണ്. തുണി ചെറുതായിട്ട് വെള്ളത്തിൽ നനച്ചെടുത്തിട്ട് എന്നിട്ട് തുടച്ചെടുക്കുവാണ്. അങ്ങനെ ടൈൽസ് മൊത്തം ഞാൻ തുടച്ചെടുത്തു. ഇനി സിങ്ക് ഒന്ന് നമുക്ക് സോപ്പല്ല വിം ജെല്ലിട്ട് നല്ലോണം തേച്ചെടുക്കണം. അതുപോലെ സ്ലാബും നന്നായിട്ട് തേച്ചെടുക്കണം. അപ്പം ഞാനിപ്പം ജനൽ ആദ്യം തുടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ജനലിൻ്റെ ആ ടൈൽസും അതെല്ലാം തുണി കൊണ്ട് തന്നെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലാബിൽ കുറച്ച് വിം ജെല്ലിട്ട് നല്ലോണം തേച്ച് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ വിം ജെല്ലൊക്കെ തേച്ചതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് ഇട്ട് നമുക്ക് തുടച്ചെടുക്കാം. പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, ഡ്രൈ ക്ലോത്ത് യൂസ് ചെയ്യാറില്ല. ഒരു തുണി നല്ലോണം വെള്ളത്തിൽ നനച്ചിട്ട് അല്പം വെള്ളത്തോടു കൂടി തന്നെ ഞാനത് തുടച്ചെടുക്കാറുണ്ട്. ആ സ്റ്റൗവും അതുപോലെയാണ് തുടയ്ക്കുന്നത്. അതുപോലെ ജനലും ടൈൽസും എല്ലാം ഞാൻ അങ്ങനെയാണ് തുടച്ചെടുക്കുന്നത്. ഇനി നമുക്ക് സ്ലാബിൽ ഒന്ന് വിം ജെല്ലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നല്ലോണം ഒന്ന് തേച്ച് തുടച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വൈപ്പറിട്ട് തുടയ്ക്കുവാണ്. വൈപ്പർ ഇടുമ്പം പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും. അപ്പം ഞാൻ ഒരു വശത്ത് വൈപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി മറ്റൊരു വശത്തും ഇതുപോലെ വിം ജെല്ലിട്ട് ഒന്ന് തേച്ചെടുക്കണം. ഒരു വശത്തുള്ള സ്ലാബും ജനലും അതുപോലെ ടൈൽസും എല്ലാം ഞാൻ നല്ലോണം തേച്ച് തുടച്ചു കൊടുത്തിട്ടുണ്ട്.
സ്റ്റൗ ഞാൻ എന്നും തേച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം സ്റ്റൗവിലുള്ള അഴുക്കൊക്കെ തട്ടി മാറ്റിയിട്ട് പിന്നെ ഒരു തുണി വെള്ളത്തിൽ നനച്ചിട്ട് അതുകൊണ്ട് നന്നായിട്ട് തേച്ചെടുക്കുവാണ്. അപ്പോൾ ഞാനിതിൽ വിം ജെല്ലൊന്നും ഇട്ടില്ല. സ്റ്റൗവിൽ വിം ജെല്ലോ സോപ്പോ മറ്റു കെമിക്കൽസോ ഒന്നും ഞാൻ ഇട്ടില്ല. വെറും തുണി കൊണ്ട് മാത്രമാണ്, തുണി വെള്ളത്തിൽ നനച്ചിട്ടാണ് ഞാനൊന്ന് തേച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ അഴുക്കൊക്കെ മാറും. കൂടുതലും ഓയിലൊക്കെ സ്പ്രെഡാവുന്ന സമയമാണ് ഞാൻ വിം ജെല്ല് തേക്കാറ്. അപ്പോൾ ഇന്ന് എനിക്ക് ആ സ്റ്റൗവിൽ അത്രയ്ക്ക് അഴുക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനിന്ന് വിം ജെല്ല് യൂസ് ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ ഞാൻ നേരത്തെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് സ്റ്റാൻഡൊക്കെ ഒന്ന് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ സ്റ്റൗവിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ടൈൽസാണ് ഞാനിപ്പം തുടയ്ക്കുന്നത്. ഇതും ചെറുതായിട്ട് വിം ജെല്ല് ഇട്ട് തന്നെയാണ് ഞാൻ തുടയ്ക്കുന്നത്. അപ്പം ഈ ഭാഗങ്ങളൊക്കെ കൂടുതലും എണ്ണ പുരളുന്ന സ്ഥലമാണ്. കൂടുതലും ഇവിടെ നമ്മൾ മീൻ പൊരിക്കുമ്പോഴോ എന്തെങ്കിലും കറിയൊക്കെ വെക്കുമ്പോഴൊക്കെ ഇവിടെയൊക്കെ എണ്ണയൊക്കെ തെറിക്കാറുണ്ട്. അപ്പം ഞാൻ എന്നും ഒരു ടവൽ കൊണ്ട് ചെറുതായിട്ട് തുടച്ചെടുക്കുവാണ്. സ്ഥിരം അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് ഡീപ്പ് ക്ലീനിങ് ആണല്ലോ, അതുകൊണ്ട് കുറച്ച് വിം ജെല്ലിട്ട് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഞാൻ തുടച്ചെടുക്കുവാണ്. അതുപോലെ സ്റ്റൗവിൻ്റെ ലെഫ്റ്റ് സൈഡിലും കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെയും അതുപോലെയാണ് തുടച്ചു കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സ്റ്റൗവിൻ്റെ കാര്യം കഴിഞ്ഞു. ഇപ്പം ഇനി സിങ്കാണ്. സിങ്കും ഇതുപോലെ സിങ്കിൽ ഞാൻ സ്റ്റീൽ സ്ക്രബ്ബർ യൂസ് ചെയ്യാറില്ല, സാധാ സ്പോഞ്ച് സ്ക്രബ്ബറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇതിപ്പോൾ നല്ലോണം വിം ജെല്ലൊക്കെ ഇട്ട് തേച്ച് ഒരു 2-3 മിനിറ്റൊക്കെ ആവും സിങ്കൊക്കെ കഴുകാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ നല്ലോണം സോപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, സോപ്പെല്ലാം വിം ജെല്ലിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് ചുറ്റിലും ഒന്ന് കഴുകി കൊടുക്കണം. അങ്ങനെ സിങ്ക് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അതുപോലെ ഒരു തുണിയിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങി. ഇനി സിങ്കിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയ സാധനങ്ങളൊന്ന് തുടച്ച് വീണ്ടും ഓർഗനൈസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ആദ്യം ഓയിൽ ബോട്ടിലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുവാണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഓയിൽ ബോട്ടിലും അതിൽ മറ്റ് ചില 1-2 കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് അത് വയ്ക്കുന്ന ബോക്സ്, അത് എപ്പോഴും എണ്ണക്കറ ഉണ്ടാവും അതിൽ. നമ്മൾ ഓയിൽ ബോക്സൊക്കെ വയ്ക്കുന്ന സ്റ്റാൻഡൊക്കെ എണ്ണക്കറ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കൊടുക്കണം. വേണമെങ്കിൽ നമുക്കിതിൽ 2-3 ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് കൊടുക്കാം. പക്ഷെ ഞാനതൊന്നും വയ്ക്കുന്നില്ല. അങ്ങനെ തുടച്ചിട്ട് എല്ലാം വീണ്ടും അതിൽ മാറ്റി സ്ലാബിൽ വയ്ക്കുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്ലാബിൽ കൂടുതലും സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കാറില്ല. എനിക്ക് വളരെ ബ്ലാങ്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് കൂടുതലും സാധനങ്ങൾ ഞാൻ വയ്ക്കാറില്ല. വളരെ ആവശ്യമായ സാധനങ്ങൾ മാത്രമാണ് ഞാൻ വയ്ക്കാറുള്ളൂ. ഓയിൽ കണ്ടെയ്നർ, അതുപോലെ സ്പൂണൊക്കെ വയ്ക്കുന്ന ഹോൾഡർ, പിന്നെ ചായ കുടിക്കുന്ന ഒരു കപ്പ് മാത്രമേ ഞാൻ അതിൽ വയ്ക്കാറുള്ളൂ. ബാക്കി എല്ലാ കപ്പുകളും സ്റ്റോറിലാണ് വയ്ക്കുന്നത്. പിന്നെ ചായപ്പൊടി, പഞ്ചസാര, അതുപോലെ കത്തിയൊക്കെ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ്, ഉപ്പ് വയ്ക്കുന്ന ഭരണി, അതുപോലെ പുളിയും ഒരു ഭരണിയിൽ വെച്ച് ഇങ്ങനെ സ്റ്റവിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മണി പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ആകെ കിച്ചണിൽ 2 മണി പ്ലാന്റ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അതും ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ജനലിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ബോട്ടിൽ ആർട്ട് കൂടി ഉണ്ട്, ഞാനത് ഇടയ്ക്കിടയ്ക്ക് മാറ്റി വയ്ക്കാറുണ്ട്. അതും ഒന്ന് തുടച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെ ഒരു പ്ലാന്റ് തുടച്ച് ജനലിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് തുടച്ചിട്ട് നമ്മൾ ഓയിൽ കണ്ടെയ്നർ വയ്ക്കുന്നതിൻ്റെ അടുത്ത് ഒന്ന് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഈ സാധനങ്ങളൊക്കെ സ്റ്റവിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്, കുറച്ച് സ്പേസ് ഉണ്ട്, അതിലാണ് വെച്ചിട്ടുള്ളത്. ഇനി സ്റ്റവിൻ്റെ അടുത്തായിട്ട് സ്റ്റവിൻ്റെ ബാക്ക് സൈഡിൽ പുളിയും ഉപ്പും വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അതുപോലെ ചായപ്പൊടി, കാപ്പിപ്പൊടി, പിന്നെ പഞ്ചസാരയുടെ ബോട്ടിൽ ഈ ഇടയ്ക്ക് വെച്ച് പൊട്ടി, അതുകൊണ്ട് ഇപ്പോൾ 2 ബോട്ടിലേ ഉള്ളൂ. ആദ്യം 3 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഡെറ്റോള്, അത് കഴിഞ്ഞിട്ട് വിം ജെല്ല്. ഇത് രണ്ടും ഞാൻ സിങ്കിൻ്റെ അടുത്താണ് വയ്ക്കുന്നത്. അതുപോലെ വേസ്റ്റ്, നമ്മൾ കിച്ചൺ വേസ്റ്റൊക്കെ ഇടാനായിട്ട് ഒരു ബോക്സ്, ഒരു ഐസ്ക്രീം ബോക്സ് ഉണ്ട്, അത് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രമേ എൻ്റെ സ്ലാബിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ജനലിൽ ചെറിയ കത്തി, പിന്നെ ഐസ്ക്രീം സ്കൂപ്പർ, നമ്മൾ വെള്ളരിക്കയുടെ തൊലിയൊക്കെ എടുക്കുന്ന പീലർ, അതൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് ഞാൻ ജനലിൽ വെച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ഞാനൊരു ബോട്ടിൽ ആർട്ട്, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാറുണ്ട്. ഇത് നല്ലോണം തുടച്ചിട്ട് ജനലിൽ വയ്ക്കുവാണ്. ഇത്രയും മാത്രമേ എൻ്റെ കിച്ചണിൽ സ്ലാബിൽ ഉണ്ടാവുള്ളൂ. മറ്റ് സാധനങ്ങളൊന്നും ഞാൻ കൂടുതൽ വയ്ക്കാറില്ല.
അപ്പോൾ ഞാൻ സ്റ്റൗവും സിങ്കും സ്ലാബൊക്കെ തുടച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് മറ്റ് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ കുറച്ച് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചത്. അപ്പോൾ നമുക്ക് കിച്ചൺ ഇതുപോലെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നല്ല ക്ലീനായിട്ട് ഉണ്ടാകുമ്പം നമുക്ക് കുക്കിംഗ് ചെയ്യാനൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, വളരെ ഹാപ്പി ആയിരിക്കും, ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.